അങ്ങനെ യൂട്യൂബ് വഴി നല്ലൊരു പൊളപ്പം പണി കിട്ടിയിരിക്കുമ്പോഴായിരുന്നു ഞാൻ ആ കമന്റ് കണ്ടത്. റോമിയോ ആൻഡ് ജൂലിയറ്റിനെ റോസ്റ്റ് ചെയ്യോ? 2013 തെലുങ്കിലേക്ക് ചേക്കേറിയ അമല ചേച്ചിയോടൊപ്പം അല്ലു അണ്ണനും സൈഡിൽ കാതറിൻ ചേച്ചിയും കൂടി അഭിനയിച്ച് അവരാധിച്ച ത്രയംബക തൃക്കാവടി അവിലോസുണ്ട് അച്ചപ്പ പരുവം പടമാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. പടം തുടങ്ങണ തന്നെ ആകാശം മുട്ട നിൽക്കുന്ന ഈ കോണിപ്പടിയിലേക്ക് സൂപ്പർമാന്റെ ചട്ടിയിട്ട് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ലാതെ ചാടിക്കയറുന്ന രണ്ടവന്മാരെ കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അവനെ ഓട്ടിച്ചിട്ട് അമല ചേച്ചിയുടെ കയ്യിലെ വയലിൻ എടുത്ത് അവന്റെ മണ്ടയടിച്ച് കീറി സ്ഥലം വിടും. ഇതിലാണെങ്കിൽ അല്ലു അർജുൻ റോട്ടിരുന്ന് വയറ്റത്തടിച്ച് പാടുന്ന ഒരു ഗിറ്റാറിസ്റ്റ് ഗാങ്ങിന്റെ മെമ്പറാണ്. എന്നാൽ അമല ചേച്ചിയാണെങ്കിൽ അണ്ണന്റെ ഏരിയയിലെ മുഖ്യ ശത്രു ഫിഡൽ ബ്രഹ്മയുടെ ശിഷ്യാവാനാണ് അങ്ങോട്ട് തള്ളിക്കൊണ്ട് ചെന്ന് കയറി കൊടുക്കണം. ഇത് കഴിയുന്നതോടുകൂടി ഒരു പാട്ട് വരും. ആ പാട്ടിന് ശേഷമാണ് ഇവര് പരിചയപ്പെടുന്നത്. പരിചയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാട്ടി നിൽക്കുന്ന റൂം വരെ അണ്ണൻ അറിയാം. ഇതൊരു അവിയല് പരുവം കഥ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറക്റ്റ് ഫ്ലോ ഒന്നും ഈ സിനിമയിൽ ഇല്ല കേട്ടാ. കാതറിൻ ചേച്ചി അന്ന് റൂമിലിരുന്ന് ഡയറി തുറന്ന് വായിക്കുമ്പോഴാണ് ഇവന്റെ പാസ്റ്റിനെ പറ്റിയും കാര്യമായിട്ട് അറിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ടെണ്ണം കൂടി ബൈക്കിൽ കറങ്ങാൻ പോണത്. അതെന്ത് മൈരി പോണതിന്റെ ഇടയ്ക്ക് എന്തരാ ചോദിച്ചപ്പോ ലവന് പിടിച്ചില്ല. അങ്ങനെ അവളെ വഴിയിൽ ഇറക്കി എങ്ങോട്ടാ പോയപ്പോഴാണ് കൊക്ക് കൂട്ടത്തോടെ പറക്കണണ്ട് ലവക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നത്. പക്ഷെ അവള് വീഡിയോ എടുക്കണതിന്റെ ഇടയ്ക്കാണ് ഈ സിനിമയിലെ വില്ലന്മാര് ഏതാ സായിപ്പിന് പരലോകത്തോട്ട് അയക്കണതിന്റെ വിഷ്വൽസ് കൂടി അവളുടെ ക്യാമറയിൽ പതിയണത്. അവന്മാര് കാണുകയും ചെയ്യപ്പോ അവന്മാര് വിചാരിക്കും യവന്മാരെ കൊടുക്കാനാണ് യവള് നിൽക്കണത്. അങ്ങനെ ഉടനെ അവന്റെ അസിസ്റ്റന്റിനെ വിട്ട് അവളെ പൊക്കിക്കൊണ്ട് വരാൻ പറയും. അവനാണെ ഓടി അവിടെ എത്തുമ്പോ പെണ്ണുമില്ല, വണ്ടിയില്ല, ഒരു അണ്ടിയും ഇല്ല. എടാ മരയൂളെ, എന്തിനാണ് ആളില്ലാത്ത സ്ഥലത്തോട്ടുള്ള ഉണ്ടെല്ലാം കൂടെ വെടിവെച്ച് കളയണത്? ഈ സിനിമയിൽ അമല ചേച്ചിയുടെ പേരാണ് ഗോമതി. അങ്ങനെ പിന്നീട് ഒരിക്കൽ ആരാ കോമതിയുടെ ഫോണിൽ വിളിച്ചിട്ട് അല്ലു അർജുൻ ആക്സിഡന്റ് പറ്റി ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞ് വലിപ്പിക്കും. റൂമിന് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ആക്സിഡന്റ് പറ്റിയും തൂണും ചാരി ഏതാ മദാമയെ കണ്ട് വായ നോക്കി. ഇപ്പോഴാണ് കുറെ എണ്ണം വന്ന് എവളെ പൊക്കിയെടുത്ത് ഏതാ ഒരു മാരുതി സുസുക്കിയുടെ ഈക്കോയിൽ കൊണ്ടുപോകാൻ നിൽക്കണത്. ഇവളുടെ നമ്പർ അവൻ സേവ് ചെയ്ത് വെച്ചേക്കണ പേരാണ് ഏറ്റവും കോമഡി, കോമാളി എന്ന്. അങ്ങനെ അവിടുന്ന് ഒരു BMW ബൈക്ക് കൊടുത്ത് പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് തള്ളിക്കൊണ്ടെന്ന് കയറിക്കോട്ട് ആക്സിലേറ്റർ ഇട്ട് മൂപ്പിക്കണ സമയത്ത് മറ്റേ ഇഞ്ചിക്കുന്ന ഇവരുടെ പള്ളക്ക് കത്തിയേറ്റും. എടാ അവിടെ കിടന്ന് മൂപ്പിക്കണ സമയത്ത് വണ്ടിയും തള്ളിയിട്ട് പോരുന്നെങ്കിൽ അവളെ രക്ഷിക്കുകയെങ്കിലും ചെയ്യായിരുന്നു. അതെങ്ങനെയാടാവേ? അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ അവിടെ ഉള്ളവന്മാരുടെ ഇടി കൊണ്ട് വളി പോയ അല്ലു അണ്ണൻ ചുണ്ണിക്ക് മിന്നലടിച്ച മാതിരിയുള്ള മാഷ്മരിക മെലവാണ ട്രാൻസ്ഫോർമേഷൻ നടത്തി ഇടിച്ചവന്മാരെ തിരിച്ചിടിക്കുന്നു. ഇതെന്ത് പറയും? നല്ല കാര്യം ഉണ്ടായിരുന്ന ഉള്ള കുത്തും കണ്ട് അവിടെ അങ്ങനെ കിടക്കാവുള്ളതിന്. അങ്ങനെ ഇത് കഴിഞ്ഞൊരു ബാറിൽ ഇരുന്ന് ഗിത്താർ വായിക്കണ സമയത്താണ് അണ്ണൻ ആ സത്യം തുറന്നു പറയണത്. അങ്ങനെ ഡെസ്പായി ഇരിക്കുന്ന അണ്ണനെ വീണ്ടും ഒന്ന് ഓണാക്കാൻ വേണ്ടി ഒരു മ്യൂസിക് ഷോയ്ക്ക് പോയതിന് വളയ്ക്കാനുള്ള പ്ലാനുകൾ മെനയുന്നു. പക്ഷെ അത് സക്സസ്ഫുള്ളി മൂഞ്ചിയപ്പോൾ ആശാന്റെ കൂട്ടുകാരെ കയ്യിലെടുത്ത് വളയ്ക്കാനുള്ള അടുത്ത പരിപാടി നോക്കും. അവിടെ മൂഞ്ചിയപ്പോ പിന്നെ വേറെ ഏതാ ട്രെയിനിൽ വെച്ച് വളയ്ക്കാൻ നോക്കും. ഈ ട്രെയിനിലൊരു സീനുണ്ട് കേട്ടാ. അതായത് അളിയനൊരു ശത്രുവിനെ ഫോളോ ചെയ്ത് ചെന്നിട്ട് കാല് പൊക്കി കവാലം വളക്ക 45 ഡിഗ്രി ഒരു ചവിട്ടുണ്ട്. ആ ചവിട്ട് കൊള്ളുന്നതോടുകൂടി അവന്റെ ബോധം പോകും. എന്തോന്നിടെ ഇത് ഒരു ചവിട്ട് താങ്ങാൻ ആവതില്ലാത്തവനാണ് വിള്ളൻ. അങ്ങനെ കുറെ തവണ റിജക്ട് ചെയ്തതിന് ശേഷം ട്രെയിനിൽ വെച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു പാട്ട്, ഒരു ഡാൻസ്, പിന്നെ വീട്ടിൽ വിളിച്ച് അല്ലു അർജുനെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് വർത്താനം പറയണതിന്റെ ഇടയ്ക്കാണ് റോട്ടിന്റെ നടുക്ക് മരിച്ചു പോയെന്ന് പറഞ്ഞ അമല ചേച്ചിയുടെ ആത്മാവ് കറുത്ത ഡ്രസ്സ് വിട്ട് കരിങ്കാളിയെ പോലെ റോഡിലൂടെ നടന്നു പോകണത്. കണ്ട ഉടനെ നേരെ ചെന്ന് അളിയന്റെ അടുത്ത് പറഞ്ഞപ്പോഴായിരുന്നു കൊലട്ടിസ്റ്റുകളുടെ കൊണവധികാര കഥകൾ അല്ലുവണ്ണം വിളമ്പണത്. അതായത് ഈ നിൽക്കുന്ന അണ്ണന്റെ പുതിയ ഗേൾഫ്രണ്ട് പടത്തിലെ വില്ലന്റെ പെണ്ണുമ്പിള്ളയാണ്. ചേച്ചിയുടെ റൂമിൽ കയറിയ ഡയറി വെച്ചതും എന്നിട്ട് അണ്ണന്റെ പുറകെ പട്ടിയെ പോലെ വാലുവാട്ടി നടത്തിച്ചതും എല്ലാം അണ്ണന്റെ പ്ലാനായിരുന്നു. എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കോമതി അക്കച്ചിയുടെ പള്ളക്ക് കത്തി കയറ്റിയത് ഈ വില്ലന്റെ ടീമിൽ ഒരുത്തനാണ്. ഇതേ വില്ലന്മാരാണ് അണ്ണന്റെ അമലയക്കയുടെ മുഴുവൻ ഫാമിലിയും കൊന്നുകളഞ്ഞത്. സോ ആ കഥ പറച്ചലിന് ശേഷം വില്ലനെ പൂട്ടാൻ പോകുന്ന ഖിതാൻ നായകന്റെ ക്യാമുക്ക് ജാക്കറ്റിന്റെ അകത്തുനിന്ന് പിള്ളേര് കളിക്കുന്ന ടെലിഫോണിലെ കുറെ വയറ് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ടൈം ബോംബാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. എന്നിട്ട് അടി നടക്കാനുള്ള പഞ്ചായത്ത് ഗ്രൗണ്ടിൽ എത്തുമ്പോഴുണ്ട് 4 ടയറിന്റെ മണ്ടയ്ക്ക് ബോഡി ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാറും കൂടി നോക്കിയില്ല. അണ്ണന്മാര് ശ്വാസം വിടാൻ ഗ്യാപ്പ് ഇല്ലാതെ വെടി വെച്ച് തുളയ്ക്കും. പക്ഷെ ഡോറ് തുറന്ന് നോക്കുമ്പോഴുണ്ട് അവിടെ അണ്ണൻ പോയിട്ട് അണ്ണന്റെ അരിയും കൊടുക്കുകയും പോലും അവിടെ കിടന്ന് പൊരിഞ്ഞ അടി ഇടി. ഇതിനിടയ്ക്ക് ഏറുകൊണ്ട പട്ടിയെ പോലെ ഓടിയ ഈ രണ്ടെണ്ണത്തിൽ ഒരുത്തനെ അമല ചേച്ചി വെടിവെച്ച് വീഴും. എന്നിട്ട് ആ വീടിന്റെ അകത്ത് കയറി ബാക്കി ഇടി. ഇതിന്റെ ഇടയ്ക്ക് ചേച്ചിയുടെ പോക്കറ്റ് ഇരുന്ന ഒരു അമ്മിട്ടെടുത്ത് പിന്നെ ഒരു തറയിട്ട് കറക്കും. അതെന്തോന്നറ അതിനകത്ത് സാമ്പ്രാണി തിരിയിട്ട് കത്തിച്ച് വെച്ചേക്കണം. അങ്ങനെ അവരെല്ലാം പുറത്ത് ചാടുന്നവരെ വെയിറ്റ് ചെയ്തതിനു ശേഷം അമിട്ട് പൊട്ടിത്തെറി. പിന്നെ വേറൊരു അമിട്ട് വെച്ച് വില്ലനെ കൊന്നതിന് ശേഷം ഏതാ കടൽ തീരത്ത് പോരുന്ന ചൂണ്ടയിടുന്ന അല്ലുണ്ണനും ചേച്ചിയും തൊഴുത് പോകുന്നതോടുകൂടി ഈ പടം